പ്രേക്ഷകർ വായിച്ചറിഞ്ഞിട്ടുണ്ടാവും, ഓർമ്മിക്കുന്നുണ്ടാവും. കൃത്യം 100 വർഷം മുമ്പ് ഇതേ ദിവസമാണ് മഹാകവി കുമാരനാശാന് ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. കൊല്ലപ്പെട്ടത് മഹാകവി ആയതുകൊണ്ട് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ രാജാവ് 1924 ജനുവരി 31 ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് പി ചെറിയാനായിരുന്നു അധ്യക്ഷൻ. ആളുകളെ കുത്തിനിറച്ച് സർവീസ് നടത്തിയത് വഴി ഉണ്ടായ അപകടമെന്നായിരുന്നു അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. രേഖാചിത്രങ്ങളുടെ സഹായത്തോടെ ആ ദിവസ സംഭവങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോകുന്നു. ഇടമിതിഹ ലോകത്തിൻ പരമാവധിയാണൊരു ചുടുകാടാണത് ചൊല്ലാതറിയാമല്ലോ. കവി കുമാരനാശാൻ അവസാനമായി ചൊല്ലിയ വരികൾ ഇതാകാം എന്നാണ് നിഗമനം. ജീവനെടുത്ത റിഡീമർ ബോട്ടിലിരുന്ന് സഹയാത്രികരുടെ നിർബന്ധത്തിലായിരുന്നു കരുണയിലെ ചുടുകാട് വർണ്ണന. 1924 ജാനുവരി 16 അർദ്ധരാത്രിയോടടുത്ത സമയം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം കഴിഞ്ഞ് വരുന്നവരായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നവരിൽ ഏറെയും. വർക്കി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ മോട്ടോർ സർവീസിന്റെ 2 നില റിഡീമർ ബോട്ടായിരുന്നു അത്. അന്ന് ബോട്ട് മാസ്റ്റർ അറുമുഖം പിള്ളയായിരുന്നു. കൊല്ലത്ത് നിന്ന് കുമാരനാശാൻ കയറുന്നു. അപ്പോൾ സമയം രാത്രി 10:30. കവിക്ക് എഞ്ചിൻ മുറിയോട് ചേർന്നുള്ള ചെറിയ മുറി പറഞ്ഞു വച്ചിരുന്നു. 95 പേർക്ക് കയറാവുന്ന ബോട്ടിൽ 151 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അർദ്ധരാത്രിയോടെ ബോട്ട് അഷ്ടമുടി പിന്നിട്ട് 19 മൈൽ തെക്ക് ആലപ്പുഴ കായലിനെയും കായംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോട്ടിലേക്ക് പ്രവേശിച്ചു. പല്ലനയിലെ വളവ് തിരിയുമ്പോൾ ബോട്ട് ഒരു വശം ചെരിഞ്ഞ് മറിയുകയായിരുന്നു. വേഗക്കൂടുതലുണ്ടായിരുന്നതാണ് വളവ് തിരിഞ്ഞപ്പോൾ ഒരു വശം ചെരിയാനുള്ള കാരണം. ആളുകൾ കൂടുതലുണ്ടായിരുന്നതിനാൽ പെട്ടെന്നുള്ള ചെരുവിന്റെ ആഘാതം താങ്ങാനുള്ള ശേഷി ബോട്ടിന്റെ ഘടനയ്ക്കുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന കേശവപിള്ളയാണ് റാന്തൽ വിളക്കുമായി ആദ്യമെത്തിയത്. സമീപത്തെ പല്ലന പോറ്റിമാരും അലമുറ കേട്ട് പിന്നാലെ എത്തി. 3 ബോട്ടുകാർ കടന്നുപോയിട്ടും നിർത്തിയില്ല എന്നാണ് യാത്രക്കാരുടെയും ദൃക്സാക്ഷികളുടെയും മൊഴി. ബോട്ടുകൾ മറിയുന്നതും ആളുകൾ നീന്തിക്കയറുന്നതും അന്നൊക്കെ സാധാരണമായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. 120 യാത്രക്കാരും 7 ജീവനക്കാരും നീന്തിക്കയറി. ബോട്ട് മാസ്റ്റർ അറുമുഖം പിള്ള ആദ്യം തന്നെ ചാടി രക്ഷപ്പെട്ടു എന്നായിരുന്നു യാത്രക്കാരുടെ മൊഴി. അറുമുഖം പിള്ളയെ കൊല്ലം പോലീസ് സൂപ്രണ്ട് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാടുവിട്ട അറുമുഖം പിള്ള 11 വർഷത്തിനു ശേഷമാണ് മടങ്ങിയെത്തിയത്. നേരം പുലർന്നപ്പോൾ ബോട്ടിൽ നിന്ന് 9 മൃതദേഹം കണ്ടെത്തി. ബോട്ടിനടിയിൽ ചതുപ്പിൽ 13 മൃതദേഹമുണ്ടായിരുന്നു. അപ്പോഴും കവി കുമാരനാശാനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. 3-ാം ദിവസം കപ്പി ഉപയോഗിച്ച് ബോട്ട് ഉയർത്തി. എഞ്ചിൻ മുറിയോട് ചേർന്ന് ആശാന്റെ മൃതദേഹമുണ്ടായിരുന്നു. ഒപ്പം മറ്റൊരു മൃതദേഹവും. മരണസംഖ്യ അതോടെ 24ആയി. കുമാരനാശാന്റെ മൃതദേഹം മറ്റുള്ളവരുടേതിനൊപ്പം അപകടസ്ഥലത്തിനടുത്ത് തന്നെ സംസ്കരിച്ചു. ആ സ്ഥലം പിന്നീട് കുമാരകോടിയായി. സ്പെഷ്യൽ സ്റ്റോറി ഡെസ്ക് 24. പല്ലന്നയാറ്റിലായിരുന്നു റിഡീമർ ബോട്ട് അപകടം. അന്തമില്ലാത്ത ഒരാഴത്തിലേക്ക് അദ്ദേഹം കടന്നുപോയി. പനലയിൽ നിന്ന് മോർണിംഗ് ഷോയിൽ ചേരുകയാണ് മനീഷ് മഹിവാൽ. ഗുഡ് മോർണിംഗ്. ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഈ പല്ലന്നയാറ്. പല്ലന്നയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ എന്നൊരു സിനിമാ പാട്ട് തന്നെ പിന്നീടുണ്ടായി. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഞാൻ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ അവിടെയാണ് നിൽക്കുന്നത്. പല്ലന്നയാറിൻ്റെ തീരത്താണ് നിൽക്കുന്നത്. മഹാകവി കുമാരനാശാൻ്റെ കാവ്യ ജീവിതത്തിന് തിരശീല വീണ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഈ പ്രതിമയിലേക്ക് പോകാം. നമ്മളുടെ സ്റ്റോറികളിലൊക്കെ തന്നെ കാണിക്കുന്ന ആ ഒരു പ്രതിമ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും കുമാരനാശാനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന നിലവിൽ നമ്മൾ കാണുന്ന ദൃശ്യമാണ് ഈ ഒരു പ്രതിമയാണ്. ഇത് വിൽസൺ പൂക്കോയ് നിർമ്മിച്ച ഈ സ്മാരകത്തിൻ്റെ മുന്നിലായി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. തൊട്ടടുത്ത് കാണാം കുമാരനാശാൻ മെമ്മോറിയൽ UP സ്കൂളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാനുമതിയാണ് ആ സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈ എടുത്തതും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിന്നീട് സ്മാരക സമിതിയുടെ ഭാഗമായിട്ടുള്ള LP സ്കൂൾ അല്ലാതെയുള്ള ഹൈസ്കൂളുണ്ട്. അങ്ങനെ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പിന്നീട് ആശാൻ്റെ സ്മാരകം, സ്മൃതി മണ്ഡപം, ശവകുടീരമെല്ലാം നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അതിൻ്റെ ഒരു വശത്ത് നിന്ന് നോക്കിയാൽ അതൊരു തൂലികയുടെ രൂപത്തിൽ കാണാം. മറുവശത്ത് നിന്ന് നോക്കിയാൽ റെഡീമർ, അന്ന് അപകടമുണ്ടായ ആ റെഡീമർ ബോട്ടിൻ്റെ ആകൃതിയിലാണ് ഈ സ്മാരകമുള്ളത്. സ്മാരകത്തിൻ്റെ അകത്ത് ആശാൻ്റെ പല കൃതികളുടെയും ദൃശ്യാവിഷ്കാരം അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വൈകിട്ട് 4 മണിക്ക് ശേഷം അവിടെ ആശാൻ്റെ കൃതികൾ ഒക്കെ തന്നെ കേൾപ്പിക്കും. പ്രവേശനം രാവിലെ 9:30 മുതലാണ്. നമുക്ക് അകത്തേക്ക് കയറാൻ നിലവിൽ അനുവാദമില്ല. ആശാൻ്റെ ശവകുടീരം നമുക്ക് ആ ദൃശ്യങ്ങളിൽ അകത്ത് കാണാം. അവിടെയാണ് ആശാൻ്റെ ശവകുടീരമുള്ളത്. ഒട്ടേറെ ആളുകൾ, ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ദർശിച്ചിട്ടുള്ളതാണ്. തൊട്ടടുത്താണ് അന്ന് ആ വലിയ ദുരന്തം ഒരു വലിയ പെരുമഴ പോലെ വന്നിറങ്ങിയ റെഡീമർ ബോട്ട് അപകടമുണ്ടായ
ിലെ പുത്തൻകരി. ഇന്ന് പുത്തൻകരി അറിയപ്പെടുന്നത് കുമാരകോടി എന്ന രീതിയിലാണ്. കുമാരകോടി എന്നാണ് ഈ സ്ഥലം ആകെ അറിയപ്പെടുന്നത്. അന്ന് ഈ അപകടമുണ്ടായ, അതായത് ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി തന്നെ പറയാം 100 വർഷങ്ങൾക്ക് മുൻപ് അന്ന് അപകടമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം 5 മണിക്കാണ് അപകടമുണ്ടായതെങ്കിൽ രക്ഷാപ്രവർത്തനം ഏകദേശം ഈ സമയത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇവിടെ നമുക്കൊപ്പം ഈ സമയത്ത് ചേരുന്നുണ്ട് കുമാരനാശാൻ സ്മാരക സമിതിയുടെ സെക്രട്ടറി ടി തിലകരാജ് കൂടി ചേരുന്നുണ്ട്. അപകടത്തെപ്പറ്റിയൊക്കെ നമ്മൾ സ്റ്റോറികൾ ഒത്തിരി പറഞ്ഞു. 1926 അപകടമുണ്ടായി. ഇന്നത്തെ ഒരു ഭൂപ്രകൃതിയും അന്നത്തെ ഒരു ഭൂപ്രകൃതിയും മറ്റ് കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? 1924 മകരം 3, 1924 ജനുവരി 16, അത് 99 മകരം 3 ആയിരുന്നു. അന്ന് ഇവിടെ 5 ഏക്കറോളം കാടുകളായിരുന്നു. ഈ സൈഡിലും കാടായിരുന്നു, ഈ സൈഡിലും കാട്. ഇവിടെ ഒരു ഭയങ്കര വളവായിരുന്നു. അന്ന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. സ്രാങ്ക് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ വളവിൽ അവിടെ വന്ന് കയറി ഇടിക്കുകയും ഇത് പാടെ മറിയുകയാണ് ചെയ്തത്. 23 പേരാണെന്ന് മരിച്ചത്. 2-ാം ദിവസമാണ് ആശാൻ്റെ മൃതദേഹം കിട്ടുന്നത്. അന്ന് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീമൂലം പ്രജാസഭ അംഗവും തിരുവിതാംകൂർ നിയമസഭാ അംഗവുമായി ഒരു സമുദായ നേതാവും തീയ നേതാവുമായിട്ടുള്ള മഹാകവി, ഒരു കവി അന്തരിച്ചു എന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആളുകൾ ഇടുന്നത്. ഇവിടെ തൊട്ടടുത്തങ്ങ് വന്ന് വീടൊന്നുമില്ലായിരുന്നു. നിലവിളി കേട്ടുകൊണ്ട് ഒരു വീട്ടുകാരാണ് ഓടിയെത്തുന്നതും പിന്നീടാണ് ക്രമേണയാണ് ആ വള്ളങ്ങളൊക്കെ വന്നിട്ട് ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. 125ഓളം പേര് ആ ബോട്ടിലുണ്ടായിരുന്നു. അതായത് ആ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതായത് 125 പേരോളം വള്ളത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതിൽ ആദ്യത്തെ ആൾ കൂടിയാണ് കുമാരനാശാൻ. 125 പേർക്കോളം കയറാനുള്ള സൗകര്യം ഇല്ലാത്തൊരു ബോട്ട് കൂടിയായിരുന്നു എന്നുള്ളതാണ് അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ആ അപകടം നടന്ന പല്ലന ആറാണിത്. പല്ലന ആറിൻ്റെ തീരത്ത് പമ്പയുടെ കൈവഴി കൂടിയായിട്ടുള്ള ആറാണ്. താങ്ക് യു മനീഷ്. മഹിബാൽ സലീം കൊല്ലത്ത് ചോദിക്കുന്നു, ഗുഡ് മോർണിംഗ്. ഫ്ലവേഴ്സിലെ കുടുത്തായി കണ്ടു, അതിലെ കഥയൊക്കെ താങ്കളാണ് എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെയാണല്ലോ, ഇതിനൊക്കെ സമയം അവിടെ കിട്ടുന്നു. പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാപ്രവർത്തനമാണ് എഴുത്തെന്ന് പറയുന്നത്. കുറേ കാലം ഞാൻ സ്വതന്ത്ര പത്രപ്രവർത്തകൻ്റെ കുപ്പായമൊക്കെ ഇട്ടിരുന്നു. കലാഭൂമിയിലൊക്കെ ഒരുപാട് ഫീച്ചറുകളൊക്കെ ഞാൻ ചെയ്തിരുന്നു ഒരു കാലത്ത്. പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ എനിക്കതിന് കഴിയാതെ പോയി. അതിൽ എപ്പോഴും വിഷമമുള്ള ഒരാളാണ് ഞാൻ. എഴുത്തിലേക്ക് മടങ്ങണം എന്ന് എപ്പോഴും ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. നമുക്കിപ്പോൾ ഒരു വലിയ എഴുത്തുകാരനാകുക എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളൊക്കെ കോറിയിടാൻ കഴിയുക, അതേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. കാര്യം ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ്റെ തലത്തിലേക്ക് വളരാനുള്ള സാഹിത്യബോധവും ധാരയും എനിക്കുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതിനിടയിലാണ് വിജയ് ജോസിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം ഞാൻ വായിച്ചു. അദ്ദേഹം പറയുന്നത്, താങ്കൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഭിത്തിയിൽ തൂക്കുന്ന പടമായിട്ട് താങ്കളെ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ഭിത്തിയിലെ പടമാകും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം. അങ്ങനെ തന്നെയാണ് സുഹൃത്തെ വിജയ് ജോസെ.